വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. യോനായുടെ അടയാളം. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. യോന നീനെവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ, ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നീനവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ, ഇവിടെ യോനായേക്കാൾ വലിയവൻ. അടയാളങ്ങളും അത്ഭുതങ്ങളും തേടിപ്പോകുന്നവരോടുള്ള യേശുവിന്റെ നിലപാട്. അടയാളങ്ങളും അത്ഭുതങ്ങളും അന്വേഷിച്ചു പോകുന്നവരോട് യേശുവിന് പൊതുവെ മതിപ്പല്ല ഉള്ളത്. മറിച്ച് ഇത്തരത്തിലുള്ള പ്രവണത തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നതാണ് യേശുവിന്റെ നിഗമനം. ഈ പ്രവണത വിശ്വാസത്തിലുള്ള ഒരുവന്റെ വളർച്ചയ്ക്ക് നിദാനം എന്നതിനേക്കാൾ വൈകാരികമായിട്ടുള്ള ചില ഭാവപ്രകടനങ്ങളും അന്ധവിശ്വാസങ്ങള് കൂടുതൽ ഊട്ടിവളർത്താനും ഇവ ഉപകരിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ് യേശുവിൻ്റെതായിട്ടുള്ള നിഗമനം. യേശു കൂടുതൽ വ്യക്തമാക്കുകയാണ്, ഓരോ വ്യക്തിയും തൻ്റെതായിട്ടുള്ള സാധാരണ ജീവിതത്തിൽ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്തി യുക്തിഭദ്രമായ രീതിയിലും വസ്തുതാപരമായ രീതിയിലും അവയെ മനസ്സിലാക്കി അത് നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്നുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിക്കാൻ ഇടവരിക. അതിനുള്ള സന്നദ്ധത ആ മനുഷ്യനിൽ കാണുക. ഇതാണ് ആ മനുഷ്യന്റെ വളർച്ചയ്ക്ക് കൂടുതൽ ഉപകാരം ചെയ്യുക എന്നുള്ളതാണ് യേശുവിന്റെ നിഗമനം. അതുകൊണ്ട് യേശു പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് തന്റെ ശ്രോതാക്കളായ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. പണ്ട് നിനിവേ നിവാസികൾ പ്രവാചകനായ യോനായുടെ വചനങ്ങൾ ശ്രവിച്ച് ആ വചനങ്ങളിൽ കൂടെ അവർ ജീവിതത്തിന്റെ പരിവർത്തനം വരുത്തുകയും നവീകരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് വരികയും ചെയ്യുകയുണ്ടായി. ഇതുപോലെ ഓരോ വ്യക്തിയും ആ വ്യക്തിക്ക് ലഭ്യമായിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഉത്തമമായിട്ട് പ്രതികരിക്കാൻ ഇടവരാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടെങ്കിലേ വിശ്വസിക്കാൻ ഇടവരുള്ളൂ എന്നുള്ള ധാരണ അബദ്ധജടിലമാണ് എന്നാണ് യേശുവിന്റെ പൊതുനിഗമനം. എന്നിട്ട് യേശു തുടർന്ന് പറയുന്നു, അവരുടെ മുമ്പിൽ പണ്ട് നിനിവേ നിവാസികൾക്ക് എങ്ങനെ നവീകരണത്തിന്റെ അടയാളമായിട്ട് യോനാസ് പ്രവാചകൻ തീർന്നുവോ അതിനേക്കാൾ വലിയ അടയാളങ്ങളാണ് തങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ഒരു പ്രവാചകൻ മാത്രമായിരുന്ന യോനാസ് എന്ന് വരികിൽ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായ തന്റെ വാക്കുകളും ചെയ്തികളും പ്രവർത്തനങ്ങളും മനസ്സിലാക്കി അതിനെ വിലയിരുത്തി അതിനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം ഒരു അത്ഭുതവും അടയാളവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഈ തലമുറയ്ക്ക് മറ്റൊരു പുതിയ അടയാളം തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന അസന്നിഗ്ധമായ രീതിയിൽ യേശു വ്യക്തമാക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്ന് നമുക്ക് കരുതാം.